അമ്മ ചുമ്മാ അതും ഇതും പറയാതെ ആ ചന്ദ്രമോഹൻ അങ്കിളിനെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തിന്? ചന്ദ്രേട്ടനെ നീ പിണക്കില്ലേ? എന്നോടല്ലേ പിണക്കമുള്ളൂ. അമ്മ ഒന്ന് വിളിച്ചു നോക്ക്. അതിനെനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. നിനക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അമ്മക്കറിയാലോ ഞാൻ അങ്ങേയറ്റ ഹെൽപ്ലെസ് ആയിപ്പോ. എവിടെയാ ശിവജി അച്ഛൻ്റെ അന്ത്യവിശ്രമം? എനിക്ക് തോന്നി അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എന്നും ഒപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. രണ്ടുപേരുടെയും സ്നേഹം കുറച്ചു കാലമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂവെങ്കിലും ഒരായുഷ്കാലം മുഴുവൻ ഓർമ്മിക്കാൻ അത് മതി എനിക്ക്. ചേച്ചി, ഞാൻ കുളിക്കായിരുന്നു ചേച്ചി. ഇപ്പൊ വന്നുള്ളൂ. ഇത്തിരി നേരമായി. അമ്മ പറയണ കേട്ടു ചേച്ചി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വന്നാണെന്ന്. അത് അങ്ങനെയല്ല മോളെ, നീ വിചാരിക്കുന്നത് പോലെ അല്ല. എനിക്ക് മനസ്സിലായി. കൊറേ കടം വീട്ടാനുണ്ടല്ലേ? ഉണ്ട്. നീ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള കടങ്ങളല്ല. 1.5 കോടി രൂപയ്ക്കും അതിന്റെ പലിശയ്ക്കും വേണ്ടിയല്ല, വേറെ കുറെ കടങ്ങളുണ്ട്. എനിക്കറിയാം, മനസ്സിലായി. സന്തോഷത്തോടെ അല്ല ഞാനിത് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ട്. എനിക്കൊരു വിഷമമില്ല ചേച്ചി. പണ്ടേ ചെയ്യേണ്ടതായത്. ഇവിടെ ഉള്ളവരെല്ലാം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നീ ഒന്നുകൊണ്ടും നിരാശപ്പെടരുത്. എവിടെ പോയാലും നിനക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ പഠിപ്പിനോ മറ്റാവശ്യങ്ങൾക്കോ ഒരു മുടക്കവും വരില്ല. ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചുകൊണ്ട് പോവാത്തത് അതിന്റെ പേരിലും കൂടി ചെറിയമ്മയുമായി ഒരു വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഇവിടുന്ന് പോയ ശേഷം എപ്പോ വേണമെങ്കിലും എന്താവശ്യം വന്നാലും ഒന്ന് വിളിച്ചാ മതി, ഞാൻ നിന്റെ അടുത്തെത്തും. എന്റെ കൂടെ വരാനാ നിനക്ക് ഇഷ്ടമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? വാ. ചെറിയമ്മയ്ക്ക് 1 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്, അത് കഴിയട്ടെ. എങ്കി ഞാൻ പോയി റെഡി ആവാ അല്ലേ? ഞാൻ നല്ല ത്രില്ലില്ല ചേച്ചി. അമ്മ അമ്മയുടെ ഹരിക്കുട്ടിനും കൂടെ എന്താ ചെയ്യാൻ പോണെന്ന് കാണാലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാശം പിടിക്കാൻ ഒരു അത്യാവശ്യം വിളിക്കുമ്പോഴാ ബിസി. ഹലോ ചന്ദ്രേട്ട, ഞാനാ. ആ മനസ്സിലായി, പറഞ്ഞോ. ചന്ദ്രേട്ട, അമ്മു ആ ശിവജിയും കൂട്ടി വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ കാലാവധി തീർന്നു. ഇന്നിപ്പോ വീട് ഒഴിഞ്ഞു കൊടുക്കണോന്ന്. ഒഴിഞ്ഞു കൊടുത്തേക്കണം. അങ്ങനെ ഒഴിഞ്ഞു കൊടുത്താ നമ്മളെ ഇറക്കി വിട്ടതുപോലെ ആവില്ലേ? നമ്മൾ തോൽക്കില്ലേ ചന്ദ്രേട്ട അവളുടെ മുമ്പില്? എങ്കിലും ഇവിടെ ഇറങ്ങി കൊടുക്കണ്ട. അതിനെന്തെങ്കിലും വഴി പറഞ്ഞതാ ചന്ദ്രേട്ട? നിന്റെ മോനോട് ചോദ്യര്. അവനല്ലേ ബുദ്ധിരാക്ഷസൻ, ആസൂത്രണ കമ്മീഷന്റെ ആശാനല്ലേ അവൻ. അവൻ പറയുന്നത് അവൻ ഒരു ഐഡിയ കിട്ടുന്നില്ലെന്നാ. ആ ഞാനാദ്യം എന്റെ കാര്യം രക്ഷിക്കാനൊക്കെ നോക്കട്ടെ. നിന്റെ മോന്റെ കൂടെ ചേർന്ന് വേണ്ടാത്ത പൊല്ലാപ്പിലെല്ലാം കൊണ്ട് തലയിട്ടു. കൊള്ളാവുന്ന ഒരു പോലീസ് ഓഫീസർ വന്ന് കേസ് അന്വേഷിച്ചാൽ കൊലക്കുറ്റം ഒന്നൊന്നും അല്ല തലയെ വെച്ചിരിക്കുന്നത്, 3 എണ്ണവാ. ഒക്കെ നിന്റെ മോൻ കാരണം. ഏതാ ചന്ദ്രേട്ട 3 കൊലക്കുറ്റം? അതെനിക്കറിയില്ലല്ലോ. ആ നിന്റെ മോനോട് ചോദിര്, അവനറിയാം. അവനോട് ചോദിച്ചു നോക്ക്. മനുഷ്യനെ തീ തെറ്റിക്കാതൊന്ന് പറ ചന്ദ്രേട്ട. ഒന്ന് നരേന്ദ്രൻ നമ്പിയുടേത്, രണ്ടാമത്തേത് പുനലൂരിലെ ആക്സിഡന്റിൽ ഡ്രൈവർ മരിച്ചത്. അത് രണ്ടും എനിക്ക് മനസ്സിലായി. മൂന്നാമത്തെ? ആ മൂന്നാമത്തേത് അല്ല, അത് നിന്റെ മോനോട് ചോദിക്ക്. സത്യം പറ ചന്ദ്രേട്ട, ഞാൻ അറിയാത്തത് ഇനി എന്തെങ്കിലും ഉണ്ടോ? നീ അറിയാത്തതൊന്നുമില്ല, നീ അറിഞ്ഞെന്ന് ഭാവിക്കാത്തത് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ചന്ദ്രേട്ടനൊന്ന് പറഞ്ഞൂടെ? എന്നെ നീ മെനക്കെടുത്താതെ വേറെ വല്ല പണി നോക്കു സുധേ. നിന്റെ മോനിപ്പോ എന്റെ ശത്രുവാ, ഇനിയിപ്പൊ ഞാൻ അങ്ങനെ കാണൂ. ഞാനും ചന്ദ്രേട്ടന് ശത്രുവായോ? സുധേ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ
നിന്നെ സഹായിക്കാൻ ഒരു നിവൃത്തിയില്ല. നിന്റെ വീടും നിന്റെ മക്കളും അത് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഞാൻ ഫോൺ വെക്കുക. ചന്ദ്രേട്ടനെ വിളിച്ചിട്ടും രക്ഷയില്ല അല്ലേ? മനുഷ്യഗതി ഇത് തന്നെയാ. ഒരാപത്ത് വരുമ്പോ ആരും കാണില്ല. ഇപ്പൊ ഒരു 5 കോടിയുടെ ലോട്ടറി അടിക്കാവോ? അപ്പ കാണാം കൂട് മുളയ്ക്കുന്നത് പോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും മുളച്ചു പൊന്തി വരുന്നത്. നീ എന്തിനാണ് മറ്റുള്ളവരുടെ ഫോൺ സംഭാഷണം കേൾക്കാൻ നിൽക്കുന്നേ? എന്റെ ജോലി അതല്ലേ. വെറും ഒരു പാവ സീഡിയായി പോയില്ല ഞാൻ. എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ചന്ദ്രേട്ടനെ പോലെ ആപത്ത് നേരത്തെ കൈ ഒഴിയുന്നവനല്ല ഞാൻ. നിന്റെ യാതൊരു സഹായം ഇവിടെ ആവശ്യമില്ല. അമ്മും ശിവജിയും കൂടെ വീട് ഒഴിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അവര് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനിയിപ്പോഴേ ഒന്നും നോക്കാനില്ല. നമ്മൾ വീട് ഒഴിഞ്ഞു കൊടുക്കുക, അത്ര തന്നെ. വീടും കുടുംബമല്ലാത്ത നിനക്കതിന് വില അറിയാമോടാ? ഇവിടെ വന്ന ശേഷമേ ഞാൻ കുറെ പഠിച്ചു. വീടും കുടുംബം എന്താണെന്നും അമ്മയും മക്കളുമായി എങ്ങനെ വേണമെന്നും ഒക്കെ ഇവിടുന്ന് പഠിച്ച മാസ്റ്റർ ഡിഗ്രിയാ. പിന്നെ വേറെ ഒരിടത്തും പഠിക്കാൻ പോകണ്ട. നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ സൂത്രത്തിൽ ഊണും കിടപ്പ് തരാക്കിയിരുന്ന നീ ഇനി എങ്ങോട്ട് പോകും? കാണട്ടെ ഞാൻ. അതവിടെ നിൽക്കട്ടെ, ഞാനൊരാണല്ലേ. നിന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടല്ലോ. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അവൾക്ക് ചെലവിന് കൊടുക്കണ്ട, പോരെ? പിന്നെ സ്നേഹബുദ്ധിയ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാ, അവര് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. ശിവജിയും അമ്മും എതിർക്കാൻ നിൽക്കാണ്ട് സ്ഥലം കാലിയാക്കുന്നതാ നമ്മുടെ ആരോഗ്യത്തിനും അഭിമാനത്തിനും നല്ലത്. 1ഉം 2ഉം അല്ല, 25 ഗുണ്ടകളാ ഇതിനകത്തേക്ക് ഇരച്ചു കയറാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നു മുൻകൂട്ടി പറയാനും പറ്റില്ല. അവള് കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ കൊല്ലിക്കട്ടെടാ. അവളുടെ പ്രതികാരമല്ലേ, നടക്കട്ടെ. കൊല്ലുകായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. എന്നതായാലും ചാകേണ്ടതല്ലേ. മാനം കെടുത്തി എന്നാ ചെയ്യും? 3-4 പെമ്പിളേരില്ലേ? മുംബൈയിൽ നിന്ന് വന്ന ഹിന്ദി വാലകൾക്ക് മേലും കീഴും നോക്കാനുണ്ടോ? അതുകൊണ്ട് മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ ഇവിടുന്ന് നേരെ നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുക. 2 കോടി രൂപയോ വസ്തുക്കളുടെ പ്രമാണമോ തിരിച്ചു കിട്ടുന്നത് വരെ അവിടെ തന്നെ അങ്ങ് താമസിക്കുക. അത് കിട്ടിയാൽ നമുക്ക് ഈ വീട് തിരിച്ചു പിടിക്കാമല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ചന്ദ്രേട്ടൻ പറയാതെ വിഴുങ്ങിക്കളഞ്ഞ 3ാമത്തെ കൊലപാതകം ഏതാണെന്നറിയോ? നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ വിജയകൃഷ്ണൻ, മൂപ്പരെ തട്ടിക്കളഞ്ഞ കാര്യമാണ്. റിയാക്ഷൻ ഒന്നും ഇടണ്ട. മനസ്സിലായില്ല, അറിയില്ല എന്നൊക്കെയല്ലേ ഇത്രയും നാളും ഭാവിച്ചത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മനസ്സിലായി എന്ന് ഭാവിക്കാനും ഞെട്ടിത്തെറിക്കാനും പൊട്ടിക്കരയാനും ഒക്കെ ഉള്ളൊരു ചാൻസ് വരും. അതുവരെ ഒരു റിസർവായിട്ടിരുന്നോട്ടെ. അതിന്റെ കുറച്ച് സ്പേസ് ബാക്കി വിട്ടേക്കണം. അതെന്തിനാ? ഉള്ള ഡ്രസ്സ് വെക്കാൻ തന്നെ തികയില്ല. പോണ വഴി ടൗണിൽ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങി നിറയ്ക്കാനാ. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ബ്രെഡ്, പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും. എന്തിനാ അത്രയും? എടി, നമ്മളൊരു പാതാളത്തിൽ അകപ്പെട്ടെന്നിരിക്കട്ടെ. ഏത് പാതാളത്തില്? എടി മഹി, സപ്പോസ് നമുക്കൊരു 5 ദിവസം ആരോഗ്യത്തിന് കേടൊന്നുമില്ലാതെ കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. അങ്ങനെ കൂട്ടിവെച്ചാ കേടായി പോവില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ബേക്കറി ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങുന്നത്. സത്യം പറ ജെയിംസ് കുട്ടി, എന്തിനാ അങ്ങനെ ഒരു തയ്യാറെടുപ്പ്? ചെന്ന് കയറുന്ന വീട്ടില് നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെന്നിരിക്കും. കുടിവെള്ളം പോലും ആരും തന്നില്ലെന്ന് വരും. പുറത്തുനിന്ന് വാങ്ങണം. പുറത്തിറങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പം അകത്ത് കയറ്റിയില്ലെങ്കിലോ? അതാരാ കേറ്റാതിരിക്കുന്നേ? എടി മോളെ, നിങ്ങളൊക്കെ നരേന്ദ്രൻ തമ്പിയുടെ ബന്ധുക്കാരാ. കുഞ്ഞമ്മയും മക്കളും നിങ്ങളെ അവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നിരിക്കും. എന്നെ ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ അവരെ അനുവദിക്കില്ല. പിന്നെന്ത് ചെയ്യും? നമ്മളൊരു നാടകം കളിച്ച് അകത്ത് കയറും. പിന്നെ പുറത്തിറങ്ങാതിരുന്നാ മതി. അതെന്ത് നാടക? അതൊക്കെ ഉണ്ട്, പോണ വഴിക്ക് പറയാം. പോകേണ്ടി വരുമെന്ന് ഉറപ്പല്ലേ? 1 മണിക്കൂർ സമയം തന്നിട്ടുള്ളൂ, അതിനകം ഇറങ്ങണം. അമ്മ സമ്മതിച്ചു പോകാന്ന്? അല്ലാതെ വേറെന്താ വഴി? അമ്മ ഇങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ആളല്ലല്ലോ. ഈ തോൽവി പെട്ടെന്നുണ്ടായതല്ലോ,
ക്ഷണിച്ചു വരുത്തിയതല്ലേ. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അമ്മ ഇതിന് വഴങ്ങില്ല. ചന്ദ്രമോഹൻ അങ്കിളിനോട് സഹായം ആവശ്യപ്പെട്ടില്ലേ? അയാള് കൈയൊഴിഞ്ഞു. അയാൾ ആരാ മോൻ? ഹരീഷേട്ടൻ എന്താ പറയുന്നേ? പോകാന്നോ? അവനൊരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ തന്നെ അവന് നിലനിൽപ്പില്ല. ഒരു വശത്ത് അവൻ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളുടെ പേരിലുള്ള നിയമ നടപടികൾ, മറുവശത്ത് അമ്മുവിന്റെ പ്രതികാരം. പെറ്റ തള്ളയും കൂടെ കൈവിട്ട അവന്റെ കാര്യം കട്ടപ്പോവാ. ആ, അനുഭവിക്കട്ടെ. മുഴുവൻ ഡ്രസ്സും എടുത്തു വെക്കട്ടെ ജെയിംസ് കുട്ടി? ഒരാഴ്ചത്തേക്കുള്ളത് മതി. ഇടയ്ക്ക് വന്ന് ആവശ്യമുള്ള എടുക്കാം. അങ്ങനെ എടുക്കാൻ പറ്റുമോ? വീട് അമ്മ കൈവശപ്പെടുത്തില്ലേ? അതൊന്നും ഒരു പ്രശ്നമില്ല. നീ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറിക്കും. സമയം പോണു. ആദ്യം നമ്മൾ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ഐശ്വര്യമായിട്ട്. കിടപ്പാടം ഉപേക്ഷിച്ച് പോകുന്നത് ഐശ്വര്യാണോ? എടീ, ഇതൊരു രക്ഷപ്പെടല. ജയിലിൽ നിന്ന് മോചനം കിട്ടിയതുപോലെ കരുതിയാൽ മതി. ഇനി ഞാൻ അടക്കിക്കോളാം. നീ പോയി കുളി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ചെല്ല്. അമ്മേ, എന്റെ ഡ്രസ്സും ബുക്സും എല്ലാം ഞാൻ 2 ബാഗിലായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത്. എടുത്ത് താഴോട്ടുണ്ടോടി. അതിന് പോർട്ടറെ വിളിക്കണോ? ആ കാലമട 1 മണിക്കൂർ സമയം തന്നിട്ടുള്ളൂ. ഹലോ, അല്ല, കാലമാടൻ ഇവിടെ പറഞ്ഞതാ. സതീഷിന്റെ ടാക്സി ഫ്രീ ആണോ? ഓട്ടോ ഇല്ലാതെ സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരുമോ? പത്തനംതിട്ട വരെ ഒന്ന് പോണം. നീലിമേ, എടി നീലിമേ, ഇതൊക്കെ ഇവിടെ പോയി കിടക്കുന്നു. നീലിമേ, വിളിച്ചോ എന്നെ? ആ, ഇറങ്ങണം ഇവിടുന്ന് 1/2 മണിക്കൂറിനകം. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ഞാൻ റെഡിയായിട്ട് നിൽക്കാമേ. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? എനിക്കിനി ഒന്നും ചെയ്യാനില്ല. അടുക്കള ഒതുക്കിയോടി? അതും ചെയ്തു. അല്ലമ്മേ, നമ്മൾ ഈ ഫർണിച്ചറും പാത്രങ്ങളും വാഷിംഗ് മെഷീനും എല്ലാം വിട്ടുകൊടുത്തിട്ട് പോവാണോ? ആർക്ക് വിട്ടുകൊടുക്കാൻ? ആവശ്യമുള്ളതൊക്കെ ഇടയ്ക്ക് വന്ന് എടുക്കാലോ. ഈ വീട് ഉപേക്ഷിച്ച് പോവല്ല നമ്മളാരും. ഇതിനി നമ്മളെ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമോ? അമ്മയുടെ മോനുള്ളിടത്തോളം കാലം അതിനി സാധിക്കും തോന്നുന്നില്ല. നീ പോടെ അവിടുന്ന്. നീ നീരജോട് റെഡിയാവാൻ പറ. അവളാണെങ്കിൽ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് അറിയാത്ത ഒരു മന്ദബുദ്ധി. ചെല്ലടേ അങ്ങോട്ട്. ആ, ഇവിടെ ആരും ഇതുവരെ പോകാൻ റെഡിയായില്ലേ? എങ്ങോട്ട് പോവാൻ? നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിലേക്ക്, നമ്മുടെ കുഞ്ഞമ്മയുടെ. ഞങ്ങൾ എപ്പോഴെങ്കിലും പോയിക്കോളാം. നീ എങ്ങോട്ടാ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് എന്റെ മോളെ കൊണ്ട്? നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിലേക്ക്. ഇന്നു മുതൽ അവിടെയല്ലേ സദ്യ. നിനക്കെന്താണ് നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിൽ കാര്യം? അല്ല, നമ്മൾ അങ്ങോട്ടാണല്ലോ പോണേ. നിനക്കെന്താ നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിൽ കാര്യമൊന്ന്? അല്ല, നിങ്ങൾ അങ്ങോട്ടല്ലേ പോണേ? എടാ, നിന്റെ ആരും അല്ലല്ലോ നരേന്ദ്രൻ തമ്പി കുഞ്ഞമ്മയും. നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നേ? എന്റെ ഭാര്യയുടെ ബന്ധുവല്ലേ, അത്രയൊക്കെ പോരെ? എടാ, ഇവിടെ നിന്ന് ഞാൻ സഹിച്ചു, പലതും ക്ഷമിച്ചു. ഇനി അവിടേക്കും കൂടി വരുന്നോ? ഇവിടെ അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കേണ്ടി വന്നില്ലേ? അവിടെ അതുപോലും വേണ്ടി വരില്ല. കാരണം അമ്മയ്ക്ക് ആ വീട്ടിൽ യാതൊരു അവകാശവും എനിക്കുമില്ല. അവിടെ നമ്മൾ രണ്ടുപേരും അഭയാർത്ഥികൾ. പരമസുഖം, പരമാനന്ദം. ഞങ്ങളുടെ പുറകെ അങ്ങോട്ട് വരണ്ട. ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞമ്മ മക്കൾ എന്ത് വിചാരിക്കും? ഞങ്ങളെ നിങ്ങളുടെ പുറകെ വരുന്നില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പേ ഞങ്ങളങ്ങ് പോവാം. വഴിയൊക്കെ എനിക്കറിയാം. ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം, പത്തനംതിട്ടയിൽ. ബായ്. നീ വാ. അമ്മ എന്നെ വിളിച്ചോ? ആ, വിളിച്ചു. നീ അവിടെ മുറി അടിച്ചിരുന്ന് എന്ത് ചെയ്യാടി? ഏത് സ്വപ്ന ലോകത്താ നീ? നീലിമ പറഞ്ഞു വീട് വിട്ട് പോവാന്ന്. ശരിയാണോ അമ്മേ? ആ, പോണം. വേഗം റെഡിയാവ്. നമ്മൾ എന്തിനാ വീട് വിട്ട് പോകുന്നത്? ആര് പറഞ്ഞിട്ട്? എടി, ഞാൻ പറഞ്ഞിട്ട്. എന്താ? നീ ആരാടി എന്റെ അടുത്ത് വീട് വിട്ട് പോകാൻ പറയാൻ? നിനക്ക് എന്ത് അധികാരം? ആഹാ, രാജകുമാരി ഒന്നും അറിയുന്നില്ല അല്ലേ? അമ്മയോട് ചോദിക്ക്, എനിക്ക് എന്താ അധികാരമെന്ന്. എനിക്കറിയാൻ ചോദിക്കാൻ. നീ കൽപ്പിക്കണ്ട. അമ്മേ, നമ്മളിപ്പോ തന്നെ വീട് വിട്ട് പോവാണോ? ആ, പോകേണ്ടി വന്നു. നിന്നോട് ഇനി ചരിത്രം പുരാണൊന്നും പറയാൻ നേരമില്ല. വേഗം റെഡിയാവും നോക്ക്. അച്ഛന്റെ ഔദാര്യത്തിൽ ഇവിടെ പറ്റിക്കൂടിയ നീ അച്ഛന്റെ മക്കളോട് തന്നെ ചെയ്യണം.
ആ അച്ഛൻ നിനക്ക് എപ്പോഴും അവകാശത്തോടെ കയറി ചെല്ലാൻ ഒരു വീട് ഏർപ്പാടാക്കി തന്നിട്ടില്ലേ? നല്ല ഒന്നാം തരം ഭർത്താവിനെയും തന്നില്ലേ? നിനക്കതൊന്നും വേണ്ടാത്തത് ആരുടെ കുറ്റോ? ഇപ്പോഴും നിനക്ക് അവസരമുണ്ട് ആ വീട്ടിലേക്ക് തിരികെ ചെല്ലാനും നല്ല ഭാര്യയായിട്ട് ജീവിക്കാനും. എനിക്ക് മനസ്സില്ല പോവാൻ. നീ വിചാരിക്കുന്നത് പോലെ സ്വപ്നലോകത്തൊന്നും അല്ല ഞാൻ. എല്ലാം അറിയുന്നുണ്ട്. നിനക്ക് ഒന്നുകൊണ്ടൊന്നും തൃപ്തിയാവത്തില്ലല്ലോ. ഇപ്പൊ എത്ര വാലാട്ടി പട്ടികളുണ്ട് നിനക്ക്? സുധീഷ്, ശിവജി, അർജുൻ, പിന്നെ നിന്റെ മനസ്സിലിരിപ്പ് ഇതാണെങ്കിൽ നീയും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സാരമില്ല, പഠിച്ചോളൂ. ഞാൻ പഠിച്ചോളാം. നീ എന്നെ പഠിപ്പിക്കണ്ട. സ്വന്തം കൂടപ്പിറപ്പുകളെയാ നീ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഓർത്തോടി ദുഷ്ടേ. എന്റെ 2 കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കാൻ അവരുടെ ഭർത്താക്കന്മാരുണ്ട്. സ്വന്തം ഭർത്താവിനെ വകവയ്ക്കാത്തവര് അതിന്റെ ഫലം അനുഭവിക്കാതെ പറ്റില്ലല്ലോ. പിന്നെയുള്ളത് ദീപമോള. അവൾക്ക് ഞാൻ കാരണം ഒരു പോറല് പോലും ഉണ്ടാവില്ല. പറഞ്ഞ സമയം കഴിഞ്ഞു. 1 മണിക്കൂർ. സാരമില്ല, അവര് റെഡിയാവട്ടെ. മാം, ടാക്സി വന്നു. നിങ്ങളാണോ വണ്ടി വിളിച്ചത്? ഞങ്ങളല്ല, വിളിച്ചവരിപ്പം വരും. താൻ വണ്ടി തിരിച്ചിട്. മാം, പോണ്ടേ? ബാഗ് എടുത്തോളൂ. നിനക്കപ്പോ തൃപ്തിയായല്ലോ അല്ലേടി? തൃപ്തിയായിട്ടില്ല. ഇനി കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതുകൂടി ഉദ്ദേശിച്ചതുപോലെ നടന്നാൽ എനിക്ക് തൃപ്തിയാവും. നിനക്ക് തൃപ്തിയായില്ല അല്ലേ? നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? സമയമാകുമ്പോ ഞാൻ പറയാം. അന്നേരം ചെയ്താ മതി. ഇനി എന്തിനാ നോക്കി നിൽക്കുന്ന? കേറ്. 2 വർഷം മുമ്പ് ദേ ഈ മുറ്റത്ത് ദാവിടെ കമിഴ്ന്നു കിടന്ന് യാചിച്ച് കരഞ്ഞവളാ നീ. ഓർക്കുന്നുണ്ടോടി? നിന്റെ അമ്മാവനും അമ്മായും കൂടി ഇവിടെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞത്. അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് അഭയം തരാൻ. ഞാനൊന്നും മറന്നിട്ടില്ല. നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്നാ മുറ്റത്ത് വീണ് കിടന്ന് കരയുമ്പോ ചെറിയമ്മയല്ല, അന്ന് എന്റെ മുത്തശ്ശിയാ ഓടി വന്ന് എന്നെ താങ്ങി എണീപ്പിച്ച് പിടിച്ചു കയറ്റിയത്. എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ടെന്നും എന്നെ ഇവിടെ നിറക്കി വിടാൻ സാധ്യമല്ലെന്നുള്ള നിലപാടിൽ മുത്തശ്ശി ഉറച്ചു നിന്നതുകൊണ്ടുവാ എനിക്ക് ഈ വീട്ടിൽ അഭയം കിട്ടിയത്. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാമായിരുന്നു. എന്റെ ചോറും തിന്ന് എന്റെ വീട്ടിൽ പട്ടിയെ പോലെ കിടന്നിട്ട് ഇന്ന് നീ എന്നെ ഈ വീട്ടിൽ നിന്ന് കുടിയിറക്കുന്നു. അല്ലടി നന്ദി കെട്ടവളെ.
ഞാൻ ഇവിടുത്തെ ചോറ് തിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. എന്റെ അച്ഛന്റെ മകളാണ് ഞാനെങ്കിൽ ഇവിടുത്തെ ഓരോ മണി ചോറിനും, ഓരോ തുള്ളി വെള്ളത്തിനും, ഓരോ തരി മണ്ണിനും എനിക്ക് കൂടി അവകാശമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ അച്ഛനെ കൊല്ലിക്കാൻ വരെ കൂട്ടുനിന്നു. എന്റെ അച്ഛന്റെ ജീവൻ എടുത്തവന് ഈ വീട്ടിൽ സകല സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും കൊടുത്തു. മൂർഖം പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ നിങ്ങൾ അവനെ മടിയിലും തോളത്തും തലയിലും കയറ്റിവെച്ച് ലാളിച്ചു. ഇവനെ സുഖിപ്പിക്കാൻ വേണ്ടി സ്വന്തം പെൺമക്കളുടെ ജീവിതം പോലും താറുമാറാക്കി. ഞാനല്ല നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, നിങ്ങളുടെ മകൻ, ഈ നിൽക്കുന്ന വിഷപിശാച്. ഇവനാ നിങ്ങളെ, നിങ്ങളുടെ പെൺമക്കളെ ഈ വീട്ടിൽ നിറക്കി വിടുന്നത്. തൃപ്തി ആയില്ല അല്ലേടി എന്ന് നിങ്ങൾ ചോദിച്ചപ്പോ വെറുതെ പറഞ്ഞതല്ല ഞാൻ. തൃപ്തി ആയിട്ടില്ല. എന്റെ അച്ഛന്റെ ശരീരം ചിതയിൽ കിടന്ന് എരിഞ്ഞതുപോലെ ഇവന്റെ ചിതയെ എനിക്ക് കാണണം. അന്ന് എനിക്ക് തൃപ്തിയാവും. നിക്ക്, ഇതും കൂടി കേൾക്കണം. ഈ വീട്ടിലെ തറവാട്ടമ്മേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടവളല്ലേ നിങ്ങള്? സ്വന്തം വീട് നഷ്ടപ്പെടുന്നതിന്റെ വേദന നിങ്ങളും കൂടി ഒന്ന് അറിയണമല്ലോ. പാലപ്പിടിക്കൽ തറവാട് എത്ര നാള് കൈവശപ്പെടുത്തി വെക്കാന്നാടി നിന്റെ വിചാരം? കൂടി വന്നാൽ 3 മാസം. നിന്റെ മുതലും പലിശ എണ്ണി തന്നിട്ട് പട്ടിയെ ഇറക്കി വിടുന്നത് പോലെ നിന്നെ ഞാൻ അവിടെ ഇറക്കി വിടും. അതിന്റെ ആവശ്യം വരില്ല. ഈ വീട് സ്വന്തമാക്കി വെക്കണമെന്നോ ഇവിടെ വന്ന് മഹാറാണിയായി വാഴണമെന്നോ യാതൊരാഗ്രഹവും എനിക്കില്ല. നീ അനുഭവിക്കോടി. മോൻ വരുന്നുണ്ടോ? നീ എവിടെ നിൽക്കേ?